Hi viewers, welcome to my Yuri's Art and Craft channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഇൻഡോർ പ്ലാന്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ക്രീപ്പ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കൈതച്ചെടിയുടെ ഒരു ഷേപ്പിലുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇത് വളരെ എളുപ്പമാണ്. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇതേപോലെ ഒരു ഗ്രീൻ കളർ ക്രീപ്പ് പേപ്പറാണ്. അപ്പോൾ നമുക്കിതുകൊണ്ട് ഈ കാണുന്ന പോലെയുള്ള ലീവ്സ് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് പെയിൻറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ടായിട്ടുണ്ട്. അപ്പോൾ പല സൈസിലുള്ള ലീവ്സാണ്. അത് അതിൻ്റെ ഷേപ്പ് സെയിം തന്നെയാണ്, സൈസ് മാത്രമേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ 3 സൈസിലുള്ള ക്രീപ്പ് പേപ്പർ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ മെഷർമെൻറ്റ്. ഇത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള മെഷർമെൻറ്റാണ്. ഓക്കെ, അതായത് 6 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന നീളം ടോട്ടൽ 12 എടുക്കണം, എന്നിട്ട് മടക്കണം. പിന്നെ നമുക്കിതുപോലെ ഒരു ഫ്ലോറൽ ടേപ്പും മെറ്റൽ വയറും വേണം. ഈ മെറ്റൽ വയറിലാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത്. പിന്നെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഗ്ലൂ സ്റ്റിക്ക് മതിയാവും. ഇതാണ് എളുപ്പമായിട്ടുള്ളത്. പിന്നെ നമുക്കൊരു വൈറ്റ് ഇങ്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വൈറ്റ് ജെൽ പെൻ ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ ഒരു ക്രാഫ്റ്റ് സിസറും വേണം. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇത് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഓയിൽ പാസ്റ്റൽസോ അല്ലെങ്കിൽ ക്രയോൺസ്. ഇപ്പം ഞാൻ ട്വിസ്റ്റർ ക്രയോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ഏതെങ്കിലും സാധാരണ ക്രയോൺസ് യൂസ് ചെയ്താൽ മതി. അതുമില്ലെങ്കിൽ നിങ്ങൾക്ക് കളർ പെൻസിൽസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയത് ഓയിൽ പാസ്റ്റൽസ് ആണ്. ഓക്കെ, ഇനി ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്പോഞ്ച് നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ പെറ്റൽ എങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്ത് അതിൻ്റെ ഷേപ്പ് ആക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതേപോലെ കണ്ടില്ലേ, ഇതേപോലെ ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മെഷർമെൻ്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഫോൾഡ് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു ലെങ്ത്താണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് അതിൻ്റെ ലീഫിൻ്റെ ഷേപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇതേപോലെ ഒരു ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ ഒന്നും കൂടെ ഫോൾഡ് ചെയ്തിട്ട് ഒരു ഹാഫ് പെറ്റൽ ഷേപ്പ്, അതായത് ഒരു പെറ്റലിൻ്റെയോ അല്ലെങ്കിൽ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ ഇതുപോലെ വെട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് മെറ്റൽ വയർ അതിൻ്റെ ഇൻസൈഡിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടുന്നത്. അതിന് മുൻപായിട്ട് നമുക്ക് ഈ കളേഴ്സും അതിന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കുക. അതിന് ശേഷം ഒന്നിച്ചങ്ങ് കട്ട് ചെയ്തെടുത്താൽ ഇതായിരിക്കും കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷേപ്പൊക്കെ കുറച്ചും കൂടെ ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്തതിനെടുത്തതിന് ശേഷം അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ പെറ്റൽസും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അതായത് ഓരോ മെഷർമെൻറ്റിലും നിങ്ങൾ ഒരു 6 to 8 പെറ്റൽസ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ നല്ല ഭംഗിയായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കളർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതേപോലെ കുറച്ച് ആ ബോട്ടം പോർഷനിലും കുറച്ചും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയായിട്ടിരിക്കും. അല്ലെങ്കിൽ ഇച്ചിരി സ്ക്വയർ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് കട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ പെറ്റൽസും ഇതേപോലെ തന്നെ കറക്റ്റ് ഷേപ്പ് ആക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഗ്ലൂ സ്റ്റിക്ക് വെച്ച് ഇതിൻ്റെ അകത്തേക്കൊന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മളിതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ പെറ്റൽസ് എല്ലാം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഈ ഒരു പെറ്റൽ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ കളറിങ്ങും അതുപോലെ തന്നെ സ്റ്റിക്കിങ്ങും എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യുക. എന്നാലും ഞാൻ എന്തൊക്കെ കളേഴ്സാണ് യൂസ് ചെയ്തതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ഈ ഒരു മെറ്റൽ വയർ അതിനകത്തേക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്തൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ആ ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം അത് തിരിച്ചു വെച്ചിട്ട് ഇതേപോലെ അകത്തൂടെ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്ലൂ സ്റ്റിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഒരു കാർഡ്ബോർഡ് പീസോ എന്തെങ്കിലും ഒരു ഹാർഡ് സർഫസ് എടുക്കുക. ടേബിളിൽ വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കളേഴ്സാണ് ഇവിടെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ബ്ലൂ കളർ ഓയിൽ പാസ്റ്റൽ ഇതുപോലെ സ്പോഞ്ചിലേക്ക് കുറച്ചൊന്ന് തടവി കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഒരു പോർഷൻ എടുത്തിട്ട് ഇതിൻ്റെ ടിപ്പിലേക്ക് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ടിപ്പിൽ മാത്രമേ ബ്ലൂ കളർ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ബ്ലൂ കളർ വരുമ്പോൾ ഗ്രീനും ബ്ലൂവും കൂടെ ചേർന്നൊരു നല്ല കളർ നമുക്ക് കിട്ടും. നല്ല കളർ കോമ്പിനേഷനാണത്. അപ്പോൾ അതിന് ശേഷം ഞാൻ
ലൈറ്റ് പിങ്കും അതേപോലെ തന്നെ മെറൂൺ കളറുമാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ലൈറ്റ് പിങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ലൈറ്റ് പിങ്ക് എടുത്തിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് 2 സൈഡിലും നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ടില്ല. അതിന് ശേഷം അതിൻ്റെ ബോട്ടം പോർഷനിലും അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു ടിപ്പ് പോർഷനിലും നമ്മൾ മെറൂൺ കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കണ്ട ഒരു ഇൻഡോർ പ്ലാന്റ് ആണിത്. അപ്പോൾ ഇതിന് ഇതേപോലെ നല്ല കളർ വേരിയേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. വളരെ ഈസിയാണ്. ഇത് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണെന്ന്. അപ്പോൾ ഇതേപോലെ ഒറ്റ കട്ടിങ്ങേ ഉള്ളൂ. പെറ്റൽസ് എല്ലാം ഒരേപോലെ മെഷർമെൻറ്റിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മുടെ ലാസ്റ്റിൽ ഞാനൊരു പേർപ്പിൾ കളറും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നോക്ക് നമ്മുടെ പെറ്റലിൻ്റെ ഒരു ലുക്ക് തന്നെ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കളർ ചെയ്തതിന് ശേഷം നമ്മുടെ 2 പോർഷനും, അതായത് മടക്കി വെച്ചിരുന്ന 2 പോർഷനും കൂടെ ചേർത്ത് ഒട്ടിക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് ഗ്ലൂ സ്റ്റിക്ക് തേച്ച് കൊടുക്കുക. നല്ല എല്ലാ പോർഷനും നന്നായിട്ട് എത്തുന്ന പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ മെറ്റൽ വയർ നേരത്തെ ഉണ്ടാക്കി ആ ഹോളിൽ കൂടി അകത്തേക്ക് കടത്തി വെച്ചിട്ട് ഇതേപോലെ കറക്റ്റ് സെൻറ്ററിൽ വേണം അത് എത്താൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ എല്ലാ ഒരു സൈഡും നന്നായിട്ട് കറക്റ്റായിട്ട് ഒട്ടി വരണം. പിന്നെ ഇതിൻ്റെ ടിപ്പ് ചെറുതായിട്ടൊന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ 2 സൈഡും ഒന്ന് ചെറുതായിട്ട് മടക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മൾ കളർ ചെയ്യുന്നത് ഒരൊറ്റ സൈഡിൽ മാത്രമേ കളർ ചെയ്യത്തുള്ളൂ. ബാക്ക് സൈഡ് കളർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേപോലെ സ്റ്റിക്ക് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒരു സിസറോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ലത് നമ്മുടെ സ്കെയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും. ചെറിയ സ്കെയിൽ ഉണ്ടല്ലോ, അപ്പോൾ ആ സ്കെയിൽ വെച്ചിട്ട് അതിൻ്റെ ടിപ്പ് വെച്ചിട്ട് ഇതിൻ്റെ സൈഡിലൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് വളച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നമ്മുടെ വിരലുകൾ വെച്ച് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ചെറുതായിട്ട് വളഞ്ഞ് അതിൻ്റെ സൈഡിലേക്ക് ഇരിക്കും. അപ്പോൾ നമ്മൾ ഈ ഓൾറെഡി ഗമ്മൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് നന്നായിട്ട് മടങ്ങി വരും ആ ടൈമിൽ തന്നെ. ഓക്കെ, അപ്പോൾ നമ്മുടെ 2 സൈഡും ഇതേപോലെ ചെറുതായിട്ടൊന്ന് എടുക്കണം. അങ്ങനെ വളച്ചെടുത്തതിന് ശേഷമാണ് നമ്മുടെ ലാസ്റ്റ് അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് ഇങ്ക് വെച്ചിട്ട് അല്ലെങ്കിൽ വൈറ്റ് ജെൽ പെൻ വെച്ചിട്ട് നമുക്കിതേ സീബ്ര ലൈൻസ് പോലെയുള്ള ലൈൻസ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ പ്രസ് ചെയ്ത് 2 സൈഡും എടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതായത് ഈ 2 പോർഷൻ കറക്റ്റായിട്ട് ഒട്ടിച്ചേർന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ചിലപ്പോൾ അത് വിട്ടു വരുവാണെങ്കിൽ ഒന്നും കൂടെ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കിന് ഇത് 2ആയിട്ട് അതിൻ്റെ സൈഡൊക്കെ വിട്ടു വരും. ഓക്കെ, അപ്പോൾ ഇനി ഒന്നും കൂടെ അകത്തേക്കൊന്ന് ചെറുതായിട്ട് വളച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ വൈറ്റ്നർ അല്ലെങ്കിൽ വൈറ്റ് ജെൽ പെന്നോ ഉപയോഗിച്ച് ഇതേപോലെ ടിപ്പിൽ നിന്നും നമുക്ക് 2 സൈഡിലേക്ക് സീബ്ര ലൈൻസ് പോലെയുള്ള ലൈൻസ് കൊടുക്കണം. അപ്പോൾ ടിപ്പിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് വളരെ തിക്കായിട്ട് വേണ്ട. ബോട്ടം പോർഷനിലേക്ക് വരുമ്പോൾ കുറച്ച് തിക്കായിട്ട് നമുക്ക് കൊടുക്കാം. എനിക്ക് തോന്നുന്നു നിങ്ങൾ പലരും ഇതേപോലെയുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ പുതിയൊരു ട്രെൻഡാണ് എല്ലാവരും ഈ ടൈപ്പ് പ്ലാന്റ്സ്. അതേപോലെ സക്കുലൻസ് ഒക്കെയാണ് നമ്മുടെ വീട്ടിൽ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഇതിന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് ലൈഫ് ലോങ് ഇതേപോലെ തന്നെ ഇരിക്കും. കളറൊന്നും പോകത്തില്ല. അപ്പം നല്ലൊരു ഒറിജിനൽ ലുക്ക് കിട്ടുന്ന ഒരു പ്ലാന്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് പോർഷൻ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഇത് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഇതെങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ നമ്മുടെ ആ ലീഫ് നമ്മുടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമ്മുടെ എല്ലാ ലീവ്സും നമ്മൾ റെഡിയാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ഇതൊന്ന് വളച്ച് ഇതിനൊരു ഷേപ്പ് കൊടുക്കണം. അതായത് നമ്മുടെ ആ ഒരു ഇൻഡോർ പ്ലാന്റിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു കൈതച്ചെടിയുടെയൊക്കെ ഒരു ഷേപ്പ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഈ പെറ്റൽ പോലെയുള്ള ഈ ഓരോ ലീവ്സും ഇങ്ങനെ ഒന്ന് വളച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഈ ഗ്രീൻ പോർഷൻ
അകത്തേക്ക് വരുന്ന രീതിയിൽ, ഓക്കെ, അകത്തേക്ക് വരുന്ന രീതിയിൽ, അതായത് നമ്മൾ കളർ ചെയ്ത പോർഷൻ പുറത്ത് വരണം, ആ രീതിയിൽ വേണം നമ്മൾ മടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ഇതേപോലെ ഒന്ന് ബെൻഡ് ചെയ്യുക. ഇങ്ങനെ ബെൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ലെഫ്റ്റ് ഫിംഗർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വളച്ച് മുകളിലേക്ക് എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കളർ ചെയ്ത പോർഷൻ എപ്പോഴും ഔട്ട് സൈഡിലായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മുടെ എല്ലാ ലീവ്സും നമുക്കിതേപോലെ വളച്ചെടുക്കാം. ഇങ്ങനെ വളച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം, നമുക്ക് നമ്മുടെ ഓരോ പെറ്റൽസ്, അതായത് ചെറുതും മീഡിയം ഏറ്റവും വലിയ പെറ്റൽസും നമുക്ക് ഇതേപോലെ ഒന്ന് നിരത്തി വയ്ക്കാം. അപ്പോൾ നിരത്തി വെച്ചതിന് ശേഷം നമുക്ക് 1 by 1 ആയിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. എന്നാൽ ഈ സെറ്റ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ എംറ്റി ആയിട്ട് കിടക്കരുത്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ബഡ് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ബഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരിത് ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതേപോലെ ഇതിൻ്റെ സെൻറ്ററിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു ചെറിയൊരു വയറും കൂടെ കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വയറിൻ്റെ മുകളിലാണ് നമ്മളിതെല്ലാം സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പെറ്റൽ സെറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്കിതിൻ്റെ സെൻറ്റർ പോർഷനിൽ വെക്കുന്ന ആ ഒരു ബഡ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആ ബഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു ചെറിയ പീസ് വേണം. അത് ആ ചെറിയ ഒരു പീസ് നമ്മൾ അകത്ത് വെച്ചിട്ടാണ്, അതായത് ഈ ഒരു ലോങ് പീസിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് മടക്കിയിട്ടാണ് നമ്മളൊരു ബഡിൻ്റെ ഷേപ്പ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ 2 × 10 സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു പീസിൻ്റെ മെഷർമെൻറ്റ്. 2 സെൻറ്റിമീറ്റർ വീതിയും 10 സെൻറ്റിമീറ്റർ ലെങ്ത്തുമാണ് എടുക്കേണ്ടത്. ഇനി അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വെച്ച് മിഡിൽ പോർഷനിൽ വെച്ച് ഇതേപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് വളച്ചു കൊടുക്കുക. ട്വിസ്റ്റ് ചെയ്തിട്ട് അത് തിരിച്ചൊന്ന് മടക്കി താഴേക്കാക്കുക. ഓക്കെ, നമ്മുടെ റോസ് ബഡ്സ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ കാണിച്ചു തന്നതാണിത്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം ഇതേപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഈ സ്ട്രെച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലുള്ള പോർഷൻ ഒന്ന് ചെറുതായിട്ട് പൊക്കിയിട്ട് അതിനകത്തേക്കാണ് ഈ 2 ഫോൾഡിങ്ങിൻ്റെയും ഇടയ്ക്കായിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു അലൂമിനിയം ഫോയിലോ ഒരു ബഡിൻ്റെ ഷേപ്പിൽ നമ്മൾ ചുരുട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ കറക്റ്റ് സർക്കുലർ ഷേപ്പിലല്ല വേണ്ടത്, ഒരു ഓവൽ ഷേപ്പിലെടുത്തിട്ട് ഒരു ബഡിൻ്റെ ഷേപ്പിലെടുത്തതിന് ശേഷം ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊടുത്ത് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ആ മെറ്റൽ വയറിന് ലാസ്റ്റ് ഒരു പീസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു മെറ്റൽ പീസ് ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്കിതിൻ്റെ ബോട്ടം പോർഷനിലേക്ക് കുറച്ച് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ മെറ്റൽ വയർ നമുക്ക് അതിനകത്തേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വൈറ്റ് പോർഷനൊന്നും പുറത്ത് കാണാത്ത വിധത്തിൽ നന്നായിട്ട് കവറാകുന്ന രീതിയിൽ വേണം നമ്മളിതൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മുടെ ഓരോ പെറ്റലായിട്ട്, അതായത് ഞാൻ പെറ്റൽ എന്ന് ഉദ്ദേശിക്കുന്ന ഈ ലീഫിൻ്റെ ഷേപ്പിലുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ചെറിയ സൈസിലുള്ളത് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് അതിന് ചുറ്റും ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക. ഏറ്റവും വലിയ സൈസിലുള്ളത് ഏറ്റവും പുറത്ത് വരുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലീഫ് വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ലീഫിന് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ആ ഫ്ലോറൽ ഗ്രീൻ ടേപ്പ് ഉണ്ടല്ലോ, ആ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് നല്ല ടൈറ്റായിട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഫ്ലോറൽ ടേപ്പ് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ട്രെച്ച് ചെയ്തിട്ട് വേണം അതൊന്ന് സ്റ്റിക്ക് ചെയ്യാൻ, എന്നാലേ നമ്മുടെ ആ ഗ്ലൂ കറക്റ്റായിട്ട് ഒട്ടിയിരിക്കത്തുള്ളൂ. ഫ്ലോറൽ ടേപ്പിൽ തന്നെ ഗ്ലൂ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ വേറെ ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊന്ന്, അപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ 1-2 പെറ്റലൊക്കെ നന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം എല്ലാ പെറ്റൽസും ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ഒന്നും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം.
സെക്കൻഡ് ലെയർ ഇതേപോലെ ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ സെക്കൻഡ് ലെയറും തേർഡ് ലെയറും എല്ലാം ഇതേപോലെ തന്നെ 1 by 1 ആയിട്ട് നമുക്ക് അധികം ഓവർലാപ്പ് വരാത്ത രീതിയിൽ വേണം നമ്മൾ ഒട്ടിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷമുള്ള ഫൈനൽ പോർഷനാണിത്. ഓക്കെ, അതിനുശേഷം ലാസ്റ്റിൽ നമുക്ക് നീളമില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു എക്സ്റ്റൻഷൻ കൂടെ വെച്ച് കൊടുക്കാം, ഒരു മെറ്റൽ വയറും കൂടെ വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻഡോർ പ്ലാന്റ് റെഡി ആയിട്ടിരിക്കും. അപ്പോൾ നല്ല ഒറിജിനൽ ലുക്കുള്ള ഒരു പ്ലാന്റാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തന്നെ ഒരു ചെറിയൊരു പോട്ടിൽ വയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡ്രൈ പ്ലാന്റ്സിൻ്റെ കൂട്ടത്തിൽ വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നേരത്തെ 2 ഡ്രൈ പ്ലാന്റ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനിത് ഫിക്സ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കൂട്ടത്തിൽ കാണിച്ചിരിക്കുന്ന ഈ ഡ്രൈ പ്ലാന്റ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തോളും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം മറക്കാതെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.